പരോക്ഷ് എന്ന് പറഞ്ഞിട്ടൊരു തുളു ഷോർട്ട് ഫിലിമുണ്ട്. വലിയ പറമ്പൊക്കെ ഉള്ളൊരു വീട്. അപ്പോൾ അവിടുത്തെ വീട്ടമ്മ പറമ്പിൽ നിന്ന് പശുവിനെ അഴിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മരങ്ങൾക്കിടയിൽ നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഒരു പേടിച്ചു പോയി. അന്നേരം ഹസ്ബൻഡ് വരുമ്പോൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് നിനക്ക് തോന്നിയതായിരിക്കും. പക്ഷെ രാത്രിയിൽ കറണ്ട് പോയപ്പോൾ പെട്ടെന്ന് വീണ്ടും ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡും പേടിച്ചു. കുറച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു പന്തമൊക്കെ കൊളുത്തി അവർ നോക്കി. എവിടെ നിന്ന് ശബ്ദം വരുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് ഭൂതമുണ്ട്, ഇവിടെ ഭൂതമുണ്ട്. പിറ്റേ ദിവസം ഒരു ഫേമസ് ആയിട്ടുള്ള തന്ത്രിയെ കൊണ്ടുവരുന്നു. കാര്യങ്ങളൊക്കെ പ്രശ്നം വെച്ച് പഠിച്ചു. നൂലൊക്കെ കെട്ടി ആ പരിസരത്ത്, ശബ്ദം വന്ന പരിസരത്ത് വലിയ പൂജയൊക്കെ നടത്തി. ഇവരന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ വീട്ടുകാർ തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഒരാളനക്കം. ഇവർ പേടിച്ച് നിലവിളിച്ചു. ഭർത്താവ് ഓടി വന്നു. നോക്കുമ്പോൾ തെങ്ങിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങി വരാണ്. തെങ്ങറ്റക്കാരനാണ്. അപ്പോൾ വീണ്ടും കരച്ചിൽ. അയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് റിംഗ് ടോണാണ്. അയാൾ പറഞ്ഞു, തെങ്ങിൻ്റെ മണ്ടയിൽ ഫോൺ വെച്ച് മറന്നുപോയി. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഹൊറർ പടം ഹ്യൂമർ പടമായിട്ട് മാറാണ്. അറിയുന്നിടം വരെയുള്ളൂ എല്ലാ പേടിയും. നമുക്ക് മനസ്സിലാകാത്ത നമ്മൾ ഭൂതത്തിനെ ആട്രിബ്യൂട്ട് ചെയ്യണം. ശരിക്കും വിവരക്കേടാണ് വിശ്വാസക്കേടെന്ന് പറയാം. ഇന്നത്തെ ഗോസ്പലിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അത് ദൈവമെന്നല്ല പറഞ്ഞു, അത് ഭൂതമാണ്. അവർക്ക് മനസ്സിലായില്ല. ഉടനെ അവർ പറയണത് ഭൂതമാണ്. നമുക്കറിയാത്തതൊക്കെ നമ്മൾ ഭൂതത്തിന് ആട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മളെന്തെങ്കിലും പേടിപ്പിക്കുന്നുണ്ടോ? മനസ്സിലാക്കുക, അപ്പുറത്ത് ദൈവമല്ല, അത് ഭൂതമാണ്. അറിവിന് കൊല്ലാൻ പറ്റാത്തൊരു ഭൂതവും ഈ ലോകത്തിലില്ലെന്ന് മനസ്സിലാക്കുക. നമ്മുടെ യഥാർത്ഥ എനിമി എന്ന് പറയുന്നത് കാറ്റല്ലെന്നേ, അത് നമ്മുടെ സംശയമാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്.